തിരുവനന്തപുരത്തു നിന്നുള്ള ആ നടി പരാതി നൽകിയതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എത്തരത്തിലാണ് ആ ഒരു അതിനെക്കുറിച്ചുള്ള നടപടികൾ, എങ്ങനെയാണ് ആ നടി കൂടുതൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? കാളിദാസ്, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നടി പരാതിയുമായി വരുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. അവർക്കെതിരെ ഈ 3 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചത്. ഈ 3 പേരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരിട്ട അനുഭവം മാത്രമാണ് താൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. അത് പൈസ പറ്റിയ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള ഒരു വിമർശനമെല്ലാം നേരിടുന്ന സാഹചര്യമാണ്. തനിക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. സാമൂഹ്യ പ്രവർത്തനം വരെ നടത്തി വന്നിരുന്ന താൻ പലപ്പോഴും പണം പലരിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള വ്യാജ വാർത്തകൾ വരെ വരുന്നുണ്ട്. അത്തരത്തിലൊന്നും താൻ ചെയ്തിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ഈ ആരുടെയൊക്കെ പേരാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വീട്ടുകാരുമായി ആലോചിച്ച ശേഷം ഒരല്പം സമയം കൂടി വേണം. അതിനുശേഷം മാത്രമാണ് ആർക്കൊക്കെ എതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട്. ഏതായാലും രഹസ്യമായി തന്നെ ഇതിന് മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സൂചിപ്പിച്ച ആളുകൾക്കെതിരെ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മറ്റാരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഒന്ന് ഒരു യുവതാരമായിരുന്നു, മറ്റൊന്ന് ഒരു സംവിധായകനാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് വേറൊരാൾ കൂടിയുള്ളത് ഒരു അന്തരിച്ച ഹാസ്യ നടൻ കൂടിയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് തനിക്കെതിരെ താൻ പറയുന്നത്. തനിക്ക് മോശം അനുഭവം ഉണ്ടായ നേരിട്ടുള്ളത് ഒരു വിഷയം മാത്രമാണ്. അത് ഏതായാലും അത് നേരത്തെ തന്നെ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പേര് വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ ആലോചിച്ച് തീരുമാനിക്കാം. ഏതായാലും അതിനൊരല്പം സമയം തനിക്ക് വേണമെന്നാണ് നടി പറയുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പറയുന്നുണ്ട്. പേരുകൾ വെളിപ്പെടുത്താനുള്ള സമയം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. 6 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കേസ് വർഷങ്ങളായി ഇഴയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഒരു ആശങ്കയുള്ളത്. അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയിച്ചതാണെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. കാളിദാസ്, തീർച്ചയായും പരാതി നൽകിയ ശേഷം നടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് അന്വേഷണത്തിൽ സംതൃപ്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പേരുകൾ വെളിപ്പെടുത്താൻ ഇനിയും സമയം വേണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. 6 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കേസൊക്കെ ഇന്നിപ്പോൾ വർഷങ്ങളോളം ഇഴയുന്ന ഒരു അവസ്ഥയുണ്ടെന്നും നടി എന്തായാലും ആരോപിച്ചിട്ടുണ്ട്. വിഷ്ണു, എന്തായാലും തുടരണം.